നമസ്കാരം, ഞാൻ സാബു വെള്ളാരപ്പള്ളി. ഇത്തവണ നമ്മൾ യാത്ര ചെയ്യുന്നത് വിയറ്റ്നാമീസ് ഐലൻഡായ ഫുക്കോക്കിലേക്കാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിലാണ് നമ്മുടെ യാത്ര. Should an oxygen mask like this drop from the compartment above your seat, immediately pull the mask firmly towards you. മലേഷ്യൻ തലസ്ഥാനമായ കുലാലംപൂരിലെ എയർപോർട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മനോഹരമായ എയർപോർട്ടാണ് കുലാലംപൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ദൂരെ ചന്ദ്രൻ്റെ സുന്ദരമായ ദൃശ്യം. അങ്ങനെ നമ്മൾ ഫുക്കോക്ക് ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്തു. വിയറ്റ്നാമിൻ്റെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡാണ് ഫുക്കോക്ക് എന്ന് പറഞ്ഞാൽ. 574 സ്ക്വയർ മീറ്ററാണ് ഫുക്കോക്ക് ഐലൻഡിൻ്റെ വിസ്തീർണം. വളരെ ചുരുങ്ങിയ ജനസംഖ്യ, അതായത് 2 ലക്ഷത്തോളം മാത്രം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഫുക്കോക്ക് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫുക്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ടൂറിസം ആണ് ഈ നിവാസികളുടെ പ്രധാന വരുമാന മാർഗം. പിന്നെ മീൻപിടുത്തവുമുണ്ട്. Sorry, we're checking on this. Yes. It's in the water park. ഇപ്പോൾ കണ്ടയാളാണ് ചൗ, ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡ്. മിടുക്കനാണ്. പോകുന്ന വഴി ബനാറസ് റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. So when you go to the hotel, go to the lobby, just sit down and enjoy. വിസ ആവശ്യമില്ലാത്ത രാഷ്ട്രമാണ് വിയറ്റ്നാമിലെ ഫുക്കോക്ക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ. വിൻധാം ഗ്രാൻഡ് ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെയാണ് ഞങ്ങളുടെ താമസം. ഇനിയുള്ള 2-3 ദിവസം. വളരെ അതിമനോഹരമായ ഒരു ഹോട്ടലാണ്. നല്ല ആംബിയൻസ് ഉള്ള, നല്ല ലാൻഡ്സ്കേപ്പുള്ള ഒരു ഹോട്ടലാണ് വിൻധാം ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ചെക്ക്-ഇൻ പ്രോസസ്സുകൾ എല്ലാവരും തയ്യാറെടുക്കുന്നു. ഫോട്ടോഷൂട്ടിനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടലാണ് ഈ വിൻധാം ഗ്രാൻഡ് ഹോട്ടൽ. സ്വിമ്മിംഗ് പൂളെല്ലാം അതിമനോഹരമാണ്. ഹോട്ട് വാട്ടർ പൂൾ, അതുപോലെ ചില വാട്ടർ റൈഡുകൾ എല്ലാം ഇന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ദിനം മുഴുവൻ ഇരുട്ടുന്നത് വരെ ഹോട്ടലിലെ ഫെസിലിറ്റികൾ, പ്രോപ്പർട്ടികൾ ആസ്വദിക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുക്കോക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് തായ്ലൻഡ് കടൽ തീരത്താണ്. ഈ കാണുന്നതാണ് ഗൾഫ് ഓഫ് തായ്ലൻഡിലെ ഒരു ബീച്ച്. സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. സൂര്യാസ്തമയം ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശത്താൽ ഞങ്ങൾ കടൽ ഭാഗത്തേക്ക്, ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി. ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ട്. കടലിലും കരയിലുമായി ഒരുപാട് ആളുകൾ. ആകാശത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കലാകാരൻ്റെ ചിത്രപ്പണി ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കലാവിരുതുകൾ, പല നിറങ്ങളിൽ, പല ഡിസൈനുകളിൽ. അങ്ങനെ ഈ ദിനം, ഒന്നാം ദിനം, ഫുക്കോക്കിലെ ഒന്നാം ദിനം പൂർത്തിയാവുകയാണ്. 100 meter go to Su Chang. Then the Su Chang take you about 3 kilometer. ഇന്നത്തെ നമ്മുടെ യാത്ര വിൻപേൾ സഫാരി എന്ന ഒരു ജംഗിൾ സഫാരിയാണ്. ആഫ്രിക്കയിലേക്ക് കാണുന്നത് പോലെ ഉള്ള മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് വിൻ സഫാരി. തുടക്കം തന്നെ ഫ്ലെമിംഗോ പക്ഷികളുടെ മനോഹരമായ കാഴ്ചയാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം. ഏതാണ്ട് 200 വംശങ്ങളിൽപ്പെട്ട 4500ഓളം വ്യത്യസ്ത ജീവികൾ ഇവിടെയുണ്ട്. സഫാരിക്കുള്ള ട്രാം ഉണ്ട്. ഏതാണ്ട് 1000 ഏക്കറോളമാണ് ഈ സഫാരി പാർക്കിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ.
Swans come from Australia. These large birds can weigh between 15-20 kilos and are excellent flyers. 2015 ഈ സൂ ആരംഭിച്ചത്. അന്ന് 150ഓളം വിഭാഗങ്ങളിലുള്ള വംശങ്ങളിൽപ്പെട്ട 3000ഓളം ജീവിജാലങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ അത് വർദ്ധിച്ച് 200ഓളം സ്പീഷീസിലുള്ള 4500ഓളം ജന്തുജാലങ്ങൾ ഇവിടെ നമ്മളുടെ കാഴ്ചയ്ക്കായി തയ്യാറായി നിൽക്കുന്നു. അധിക ജീവികളും അവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണുള്ളത്. യഥാർത്ഥത്തിൽ ട്രാമുകളിലുള്ള നമ്മൾ കേജുകൾക്കുള്ളിലും ജീവികൾ തുറന്ന മൈതാനങ്ങളിലുമായിക്കൊണ്ടാണ് ഇവിടെ വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നയന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഉപദ്രവകാരികളല്ലാത്ത പല ജീവികൾക്കും നമുക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അവയുമായി അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കൂടി ഈ വിൻ സഫാരി ഒരുക്കി തരുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ വളരെ സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെയാണ് നമ്മളിവിടെ കാണുക. കേജുകൾക്കുള്ളിൽ അസ്ഥികൂടാരമായി മാറിയിട്ടുള്ള ജീവജാലങ്ങളല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 സൂകളിലൊന്നായി ഈ വിൻ സഫാരിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവികളെ അടുത്തറിയാനുള്ള ഒരു അപൂർവ സന്ദർഭം. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് ഇടങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട്. മാൻപേടകളുടെ കൂട്ടം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രമുണ്ട്. ഇതിനിടയിലൂടെ നമ്മളുടെ ട്രാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളെ വളരെ അടുത്ത് കാണുവാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. കെനിയയിലെ മസായിമാര ജംഗിൾ സഫാരി ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഡെസേർട്ട് സഫാരി വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും ആകർഷകമല്ലെങ്കിലും വളരെ രസകരമായ രീതിയിൽ വന്യമൃഗങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിക്കുന്നു. പലരും ഉറക്കത്തിലാണ്. ദിവസത്തിൻ്റെ ഭൂരിഭാഗം ഉറങ്ങുന്ന ഒരു കൂട്ടരാണ് ഈ കിടക്കുന്ന സിംഹങ്ങൾ. ഗൈഡ് കൃത്യമായി കൊണ്ട് തന്നെ ഓരോ മൃഗങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ ഈ സഫാരിയെ നമുക്ക് വിശേഷിപ്പിക്കാം. വളരെ അടുത്ത് നിന്നുകൊണ്ട് ജിറാഫുകളെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് ഇവയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ പല ജീവികളെയും ഇവിടെ കാണാൻ സാധിച്ചു. ഈ ഭാഗം റെപ്റ്റൈൽസ് ഏരിയയാണ്. ഏതാണ്ട് 20 വംശവിഭാഗങ്ങളിൽപ്പെട്ട ഉരക വർഗങ്ങളാണ് ഇവിടെയുള്ളത്. ചെറുതും വലുതുമായ ഒരുപാട് ജീവികൾ
നമ്മൾ പലതിനെയും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവയൊക്കെയാണ് ഇവിടെ കാണുന്നത്. കൃത്യമായ അവയുടെ പേരും വിശദീകരണങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. ഒരു പകുതി ദിവസമാണ് ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചത്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഴുദിനം ചിലവഴിക്കാനുള്ള വകുപ്പ് വിൻസഫാരിയിലുണ്ട്. ആമകളുടെ ഒരു മേഖലയാണ്. ഈ നദിയിൽ എണ്ണിയാലൊടുങ്ങാത്ത അത്ര മുതലകളാണ് കാണാൻ സാധിച്ചത്. കാണുന്ന പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ എവിടെ നോക്കിയാലും മുതലകൾ. പലരും കരയ്ക്ക് കയറി ഉച്ച ഉറക്കത്തിലാണ്. ആമകൾ, ചെറുതും വലുതുമായ ആമകൾ. ഈ കാണുന്ന ആമയൊക്കെ ഒരുപാട് വലിപ്പമുള്ളതാണ്. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഉച്ച കഴിഞ്ഞ് നമ്മൾ വിൻ വണ്ടേഴ്സിലാണ് ഉള്ളത്. ഇത് ഫുക്കോക്ക് ഐലൻഡിലെ ഏറ്റവും വലിയ തീം പാർക്കാണ്. ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട്. ഈ കാണുന്ന റൈഡൊക്കെ നമ്മുടെ ശ്വാസം നിലച്ചിട്ട് പോകുന്ന രീതിയിൽ ഉള്ള റൈഡാണ്. ഒരുപാട് റൈഡുകളുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീം പാർക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആ കാണുന്ന ജയൻറ്റ് വീൽ വളരെ ഉയരത്തിലുള്ള വലിയ ഒരു ജയൻറ്റ് വീലാണ്. അതിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ, ആ ജയൻറ്റ് വീലിലെ ക്യാബിൻ കയറിയാൽ മുകളിലെത്തുമ്പോഴേക്കും ഒരുപാട് മേഖലകൾ കാണാൻ സാധിക്കും. ദൂരെ കാണുന്ന ആമയുടെ രൂപത്തിലുള്ള കെട്ടിടം, അത് ഇവിടുത്തെ അക്വേറിയമാണ്. വിൻ വണ്ടേഴ്സിൽ ഡ്രൈ റൈഡുകളും വാട്ടർ തീം പാർക്കും എല്ലാം ചേർന്നതാണ് വിൻ വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ദൂരെ ഗൾഫ് ഓഫ് തായ്ലൻഡ് കാണാം. പല റൈഡുകളും മുകളിൽ നിന്ന് ഭംഗിയായി ആസ്വദിക്കാം. നല്ല ഒരു ആകാശ കാഴ്ചയാണ് ഇവിടെ നിന്ന്. ഏതാണ്ട് ദ്വീപിൻ്റെ മിക്ക ഭാഗങ്ങളും കാണാവുന്ന രീതിയിലുള്ള ഉയരത്തിൽ നിന്ന് ഒരു ബേഡ്സ് ഐ വ്യൂ ഇവിടെ സാധ്യമാണ്. നല്ല തിരക്കുണ്ട് വിൻ വണ്ടേഴ്സിലെ റൈഡുകളിൽ. ജയൻറ്റ് വീലിൽ നിന്ന് ഇറങ്ങി വാട്ടർ തീം പാർക്കിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഒരുപാട് റൈഡുകൾ, അത് ആസ്വദിച്ചുകൊണ്ട് ഓരോ റൈഡിൽ കഴിഞ്ഞാൽ മറ്റൊരു റൈഡ് എന്ന രീതിയിൽ സന്ധ്യാവുന്നതിന് മുമ്പ് തീർക്കണം. കാരണം നമുക്ക് 6:45 ഫയർ ഫീനിക്സ് സെൻറ്ററിൽ നടക്കുന്ന വൺസ് എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണേണ്ടതുണ്ട്. ആ ദൂരെ കാണുന്ന റോളർ കോസ്റ്റർ 110 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അത് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഫിനിക്സ് സ്ക്വയറിലേക്ക് വൺ ഷോ കാണാനായി പുറപ്പെട്ടു. 6:45 ഇവിടുത്തെ ഷോ. എന്നാൽ അരമണിക്കൂർ മുമ്പ് പോയി അവിടെ സ്ഥലം പിടിക്കേണ്ടതുണ്ട്. ഫെയറി ടൈൽസ് അനുസ്മരണമാക്കിക്കൊണ്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് ഇവിടെ നടക്കുന്നത്. 20 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. Tôi sẽ kể các bạn nghe một câu chuyện hấp dẫn nhất trong tất cả các câu chuyện. Power to finish the tale, inventing what never was there. Wonderful journeys are yours for the taking, so take us here or far, most anywhere. Thật tuyệt vời! You can imagine you're rolling
Okay, sorry, we changed money. Money changed there. രണ്ടാം ദിനത്തിലെ ആദ്യത്തെ പരിപാടി രൂപ മാറ്റി അല്ലെങ്കിൽ ഡോളർ മാറ്റി വിയറ്റ്നാമീസ് ഡോങ്ങിലേക്ക് മാറുക എന്നുള്ളതാണ്. ഡോളർ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും, എന്നാലും ഡോങ് വളരെ അത്യാവശ്യമായി കയ്യിൽ കരുതേണ്ടുന്ന ഒരു കറൻസി തന്നെയാണ്. ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതാണ്ട് 300 രൂപയ്ക്ക് ഒരു വിയറ്റ്നാമീസ് ഡോങ്ങാണ് കിട്ടുക. അതായത് നമ്മുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ഡോങ്ങുകളുമായിട്ടാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഐസ്ക്രീമുകൾ ഒരുമിച്ച് ഞങ്ങൾ കഴിച്ചപ്പോൾ കൊടുത്തത് ഏതാണ്ട് 4 ലക്ഷം ഡോങ്ങാണ് എന്നുള്ളത് കൗതുകകരമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ അട്രാക്ഷൻ കേബിൾ കാറാണ്. ഏതാണ്ട് 30 പേർ സഞ്ചരിക്കാവുന്ന വലിയ ക്യാബിനുകളാണ് ഈ കേബിൾ കാറിലുള്ളത്. അങ്ങനെ 70ഓളം കേബിൾ കാറുകൾ ഇവിടെയുണ്ട്. ഇത് ഗിന്നസ് റെക്കോർഡിൽ കയറി പറ്റിയിട്ടുള്ള ഒരു കേബിൾ കാറാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 3 കേബിളുകളിൽ സഞ്ചരിക്കുന്ന കേബിൾ കാർ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സൗത്ത് ഫുക്കോക്ക് ഐലൻഡിൽ നിന്നും ഹോം ടൗൺ ഐലൻഡിലേക്ക് ആണ് ഇത് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് കൊണ്ടാണ് 8 കിലോമീറ്റർ താണ്ടുന്നത്. അതായത് 30 കിലോമീറ്ററോളം സ്പീഡിൽ, അത്യാവശ്യം സ്പീഡിൽ തന്നെയുള്ള യാത്രയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് താഴെയുള്ളത്. 165 മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഈ കേബിൾ കാർ ഉള്ളത്. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഹോം ടൗൺ ഐലൻഡിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ ഹോം ടൗൺ ഐലൻഡിൽ പ്രവേശിച്ചു കഴിഞ്ഞു. താരതമ്യേന ചെറിയ ഒരു ഐലൻഡാണ് ഹോം ടൗൺ ഐലൻഡ്. അതിൻ്റെ ഒരു മനോഹരമായ മോഡൽ കേബിൾ കാർ സ്റ്റേഷനിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അലങ്കാര മത്സരങ്ങളുള്ള ഒരു കുളമാണ് ഞങ്ങളെ എതിരേറ്റത്. ആളുകൾ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രധാന അട്രാക്ഷൻ അക്വാടോപ്പിയ വാട്ടർ തീം പാർക്കും അതുപോലെ കുറച്ച് റൈഡുകൾ ഉണ്ട്. ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വുഡൻ റോളർ കോസ്റ്റർ ആണ്. ഈ കാണുന്നതാണ് വുഡൻ റോളർ കോസ്റ്റർ. എന്നാൽ ഇപ്പോൾ ഇത് റിപ്പയറിലാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കിതിൽ കയറാൻ സാധിച്ചില്ല. ഒരു വലിയ നഷ്ടം. എന്നാൽ ഇനി കയറാനുള്ളത് ഈഗിൾസ് ഐ എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററി ടവറാണ്. 120 മീറ്ററോളം ഉയരത്തിലാണ് ഈ ടവറുള്ളത്. ഒരു ക്യാബിൻ 360 ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് എത്തുകയും പതുക്കെ തന്നെ താഴേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നല്ല ആകാശ കാഴ്ച കാണാൻ പറ്റിയ ഒരു റൈഡാണ് ഇത്. 70 പേർക്ക് ഒരു സമയം ഇതിൻ്റെ ക്യാബിനിൽ കയറാൻ സാധിക്കും. മുകളിൽ നോക്കുമ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഇപ്പോൾ ഈ ഹോം ടൗൺ ഐലൻഡിലുണ്ട്. ഹോം ടൗൺ ഐലൻഡ് ഫുക്കോക്ക് ഐലൻഡ് ഭാഗം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഫുക്കോക്ക് ഐലൻഡ് 28 ഐലൻഡുകളുടെ ഒരു സമുച്ചയമാണ് ഫുക്കോക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹോം ടൗൺ ഐലൻഡ് ഉൾപ്പെടെയുള്ള മറ്റു പല ഐലൻഡുകളും. ഞങ്ങളുടെ ഗൈഡ് ചൗ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഫുക്കോക്ക് എന്നല്ല പറയേണ്ടത്, ഫുവോക്ക് എന്നാണ് യഥാർത്ഥ അതിൻ്റെ ഉച്ചാരണം. എന്നാലും പറഞ്ഞ് ശീലിച്ച ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഫുക്കോക്ക് എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചൗവുമായി സംസാരിച്ചപ്പോഴെല്ലാം ഫുവോക്ക് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഒബ്സർവേറ്ററി ടവറിൻ്റെ മുകളിലെത്തിയ സ്ഥിതിയിലാണ് ക്യാബിനുള്ളത്. 70ഓളം ആളുകൾ 360 ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ട് ചുറ്റി ദ്വീപിൻ്റെ
എല്ലാ ഭാഗങ്ങളും അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ടർ തീം പാർക്ക് കാണാൻ സാധിക്കും, അക്വട്ടോപ്പിയ. മറ്റേ സൺവേൾഡ് എന്ന് പറഞ്ഞ ഡ്രൈ ലാൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് കൂടി ഇവിടെയുണ്ട്. എന്നാൽ പലതും ഇപ്പോൾ റിപ്പയറിലാണ്. ഈ റോളർ കോസ്റ്റർ, വുഡൻ റോളർ കോസ്റ്റർ ഉൾപ്പെടെ. ഈഗിൾ ഐയിൽ നിന്നും താഴേക്ക് ഇറങ്ങി അടുത്തതായി ഞങ്ങൾ കുറച്ച് ഭക്ഷണത്തിന് മുൻപുള്ള സമയം ഇവിടെയുള്ള മാംഗോ റെസ്റ്റോറൻറ്റിലാണ് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനു മുൻപ് അക്വട്ടോപ്പിയയിൽ കുറച്ച് വാട്ടർ സ്പോർട്സ് കൂടി ആസ്വദിച്ചതിന് ശേഷമാണ് ഭക്ഷണത്തിനായി എത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾ ഫോട്ടോഷൂട്ട് അതിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തുകയാണ്. അക്വട്ടോപ്പിയ വാട്ടർ പാർക്കും വളരെ ഭംഗിയുള്ള ഒരു വാട്ടർ പാർക്ക് തന്നെയാണ്. ഇന്നലെ പോയ വിൻ വണ്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ പല റൈഡുകളും ഇവിടെയുണ്ട്. പല ആളുകളും ഇന്നലെ ഇറങ്ങിയതല്ലേ എന്ന് കരുതിക്കൊണ്ട് വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സുമായിട്ടല്ല വന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഇറങ്ങേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വിയറ്റ്നാം ഡോങ് ചിലവഴിച്ച് സ്വിമ്മിംഗ് ഡ്രസ്സുകൾ മേടിച്ച് ഇറങ്ങുകയാണുണ്ടായത്. പല രൂപങ്ങളും സമുദ്രജീവികളുടെ രൂപങ്ങളും ഉണ്ടാക്കി ഭംഗിയാക്കിയിരിക്കുന്നു ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ. കാലാവസ്ഥ കുറച്ച് ഇരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പാണ്, നല്ല ഭംഗിയുള്ള മേഖലകളാണ്. അതുപോലെ തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡുകളാണ്, വാട്ടർ റൈഡുകളാണ് ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. സമയം കളയാനായിട്ട്, കുറച്ച് സമയം ചിലവഴിക്കുവാനായിട്ടുള്ളവർക്ക് വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കാം. അതല്ലെങ്കിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലൂടെ ഊർന്നിറങ്ങാം. ആളുകൾ കുടുംബമായി കൊണ്ടൊക്കെ ആ പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യരുൾപ്പെടെയുള്ള വിവിധ ടൂറിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ ഇഷ്ടംപോലെയുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് സമയമായതിനാൽ വാട്ടർ റൈഡുകൾ അവസാനിപ്പിച്ച് മാംഗോ റെസ്റ്റോറൻറ്റിൽ നിന്നും സുഭിക്ഷമായ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ തിരിച്ച് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും 15 മിനിറ്റ് കൊണ്ട് 8 കിലോമീറ്റർ താണ്ടി സൗത്ത് ഫുക്കോക്ക് ഐലൻഡിൽ എത്തേണ്ടതുണ്ട്. ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. കേബിൾ കാർ സ്റ്റേഷന് സമീപം നല്ല സുന്ദരമായ ഒരു ഗാർഡൻ ഒരുക്കി വച്ചിട്ടുണ്ട്. പേരറിയാത്ത ചില പൈനാപ്പിൾ പോലെയുള്ള ഫലവർഗ്ഗങ്ങൾ. പൈനാപ്പിൾ സിറ്റി എന്നൊരു പേര് ഈ ഹോം തോങ് ഐലൻഡിനുണ്ട്. മഴ അപ്പോഴേക്കും പെയ്തു. കേബിൾ കാറിൽ ഞങ്ങൾ തിരിച്ച് യാത്രയാവുകയാണ്. കാഴ്ചകൾ കുറച്ച് മൂടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. മൂന്ന് ചെറിയ ഐലൻഡുകൾ കടന്നാണ് ഞങ്ങൾക്ക് സൗത്ത് ഫുക്കോക്ക് ഐലൻഡിൽ തിരിച്ചെത്തേണ്ടത്. 28 ഐലൻഡുകളിൽ കുറച്ച് ജനസാന്നിധ്യമുള്ളതും ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഐലൻഡാണ് ഫുക്കോക്ക്. മെയിൻ സിറ്റി നിലനിൽക്കുന്ന ഐലൻഡ്. അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. 160 മീറ്ററോളം ഉയരത്തിലുള്ള ഗിന്നസ് റെക്കോർഡിൽ കയറിപ്പറ്റിയ കേബിൾ കാറിൽ വിയറ്റ്നാമീസ് ദ്വീപായ ഫുക്കോക്ക് ഐലൻഡിൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കേബിൾ കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
സുന്ദരമായ ആകാശക്കാഴ്ച. ഇനി ഞങ്ങൾ എത്തുന്നത് സൺസെറ്റ് സിറ്റിയിലേക്കാണ്. അവിടെയുള്ള കിസ് ബ്രിഡ്ജ് ആണ് പ്രധാന അട്രാക്ഷൻ. ഇന്ന് ഈ മഴ സാഹചര്യത്തിൽ സൺസെറ്റ് ആസ്വദിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്നാൽ കിസ് ബ്രിഡ്ജ് 2 പാലങ്ങൾ വളരെ അടുത്ത് മുട്ടാതെ തൊട്ടുരുമി നിൽക്കുന്ന രീതിയിലുള്ള കിസ് ബ്രിഡ്ജ്, അത് കാണുക എന്നുള്ളതാണ് ഈ ഇനിയത്തെ ലക്ഷ്യം. സൺസെറ്റ് സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദൂരെ കാണുന്നതാണ് കിസ് ബ്രിഡ്ജ്. ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും 2 പാലങ്ങൾ തൊട്ടില്ല എന്നുള്ള രീതിയിൽ മുട്ടിയൊരുമി നിൽക്കുകയാണ്. ഒരു പ്രധാന അട്രാക്ഷനാണ്, ഫുക്കോക്കിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ കിസ് ബ്രിഡ്ജ് എന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കേബിൾ കാറുകൾ പിന്നെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ടിക്കറ്റ് എടുത്തുകൊണ്ട് കിസ് ബ്രിഡ്ജിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. മഴ അപ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആകാശത്ത് ഇപ്പോഴും കാർമേഘങ്ങൾ മൂടി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് സൂര്യ അസ്തമയം കാണാൻ സാധിക്കുമോ എന്നറിയില്ല. സൺസെറ്റ് സിറ്റി, അതിൻ്റെ ഭംഗിയായ കെട്ടിടങ്ങളുടെ ഭംഗിയായ ഒരു ലേഔട്ട്. ഇവിടെ ഒരു ഗാലറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൂര്യാസ്തമനം കാണുവാൻ വേണ്ടിയിട്ടായിരിക്കാം, മറ്റുള്ള പരിപാടികൾ നടക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം ഈ കാണുന്നത്. എന്തായാലും ഇന്നവിടെ പരിപാടികളൊന്നും നടക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ അവസാന അട്രാക്ഷനായ ഈ ടൂറിലെ അവസാന അട്രാക്ഷനാണ് ഈ കിസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സൂര്യാസ്തമയത്തിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ ഫുക്കോക്ക് അല്ലെങ്കിൽ ഫുവോക്ക് യാത്രയുടെ അവസാന നിമിഷങ്ങളിലാണ് ഉള്ളത്. ഇന്ന് ഈ യാത്ര, ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം രാത്രി ഒരു ഫിഷ് റെസ്റ്റോറൻറ്റിൽ, സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഡിന്നർ. അതിനുശേഷം നാളെ രാവിലെ തന്നെ തിരിച്ച് മടക്കയാത്ര. ഗുഡ് ബൈ ഫുക്കോക്ക്, അല്ല ഫുവോക്ക്. ഇന്നിവിടുത്തെ 4ാം ദിനത്തിൽ ഞങ്ങൾ തിരിച്ച് യാത്രയാവുകയാണ്. കുലാലംപൂർ വഴി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. നവംബർ മുതൽ മാർച്ച് അവസാനം വരെയാണ് ഫുക്കോക്കിലെ ഏറ്റവും നല്ല അനുയോജ്യമായ കാലാവസ്ഥയുള്ളത്. ആകാശം ഇപ്പോൾ ഭാഗികമായി മേഘാവൃതമാണ്. എന്നാൽ മനസ്സ് 3-4 ദിവസത്തെ സന്തോഷത്താൽ തെളിമയാർന്നതുമാണ്. ഇനിയും കാണാം. നന്ദി, നമസ്കാരം.